ഹായ് ഫ്രണ്ട്സ്, പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം ഫസ്റ്റിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആർട്ടിക്കിൾ 141 കുറിച്ചാണ് സംസാരിക്കുന്നത്. റേറ്റ് കോൺട്രാക്റ്റും റണ്ണിങ് കോൺട്രാക്റ്റ്. ആർട്ടിക്കിൾ 141. എല്ലാവരും ഫിനാൻഷ്യൽ കോഡിൻ്റെ പുസ്തകം എടുക്കുക. വോളിയം ഫസ്റ്റിൽ ആർട്ടിക്കിൾ 141. ഇതിൽ നിന്ന് 4-5 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ ആർട്ടിക്കിളിൽ നിന്ന് മാത്രം. എന്താണ് റേറ്റ് കോൺട്രാക്റ്റ് അഥവാ വേറൊന്നിൻ്റെ പേര് റണ്ണിങ് കോൺട്രാക്റ്റ്? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റേറ്റ് കോൺട്രാക്റ്റും റണ്ണിങ് കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. റേറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റീല്, ഫർണിച്ചർ, കബോർഡ്, അലമാര, ബാറ്ററി, തയ്യൽ മെഷീൻ അതുപോലുള്ള സാധനങ്ങൾ ഒന്നിലധികം വകുപ്പുകൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ അളവുകൾ മുൻകൂട്ടി അറിയാൻ കഴിയില്ല. പല വകുപ്പുകളായിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ എത്ര എണ്ണം വേണം എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. ഏതൊക്കെ സാധനങ്ങൾ? അലമാര, സ്റ്റീൽ അലമാര, സ്റ്റീൽ ബെഞ്ച്, സ്റ്റീൽ മേശ, ബാറ്ററികൾ, തയ്യൽ മെഷീൻ, ഫർണിച്ചറുകൾ. ഈ സംഭവങ്ങൾ ഓരോ വകുപ്പുകൾക്ക് എത്ര എണ്ണം വീതം വേണ്ടി വരുമെന്ന് നമുക്ക് നേരത്തെ അറിയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എടുക്കുന്ന കോൺട്രാക്റ്റുകൾക്കാണ് റേറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ റേറ്റ് കോൺട്രാക്റ്റുകൾ സാങ്ഷൻ ചെയ്യുന്നത് സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് സെറ്റിൽ ചെയ്യുന്നത്. സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് റേറ്റ് കോൺട്രാക്റ്റുകൾ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കില്ല ഏതൊക്കെ ഈ അലമാര, മേശ, സ്റ്റീൽ അലമാര, സ്റ്റീൽ മേശ, ബാറ്ററികൾ, പിന്നെ മറ്റ് ഫർണിച്ചർ സാധനങ്ങൾ. ഇതൊന്നും തന്നെ ഓരോ വകുപ്പിന് എത്ര വേണ്ടി വരും നേരത്തെ അറിയാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് വാങ്ങുന്ന കോൺട്രാക്റ്റിനാണ് റേറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇത് നിശ്ചയിക്കുന്ന, അതിനെ സാങ്ഷൻ ചെയ്യുന്ന ആരാണ്? സ്റ്റോർ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് സെറ്റിൽ ചെയ്യുന്നത്. സാങ്ഷൻ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് നടത്തുന്നത് സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇനി എന്താണ് റണ്ണിങ് കോൺട്രാക്റ്റ് എന്ന് നോക്കാം. റണ്ണിങ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഊഹം കാണും. അതായത് ഭക്ഷണ സാധനങ്ങൾ, പിന്നെ നമ്മുടെ ആയുർവേദ മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങൾ, ആയുർവേദത്തിന് ആവശ്യമായ മരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അസംസ്കൃത വസ്തു, മരുന്നുകളല്ല, ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, പിന്നെ ഭക്ഷണ സാധനങ്ങൾ, വിറക്, കൽക്കരി തുടങ്ങിയവ ഒരു വർഷം ഏകദേശം വേണമെന്ന് നമുക്ക് നേരത്തെ അറിയാൻ സാധിക്കും. ഏകദേശം ഒരു ഊഹം കിട്ടും. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് കൊടുക്കുന്ന കോൺട്രാക്റ്റിനാണ് റണ്ണിങ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആഹാര സാധനങ്ങൾ, കൽക്കരി, വിറക്, പിന്നെ ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, ഇതുപോലുള്ള സാധനങ്ങൾ ഒരു വർഷം എത്ര ചിലവാകും എന്നുള്ളത് നമുക്ക് ഒരു ഏകദേശ രൂപം ഉണ്ടാവും. അങ്ങനെ വാങ്ങുന്ന കോൺട്രാക്റ്റിന് അങ്ങനെ ഒരു ഏകദേശ ധാരണയോടുകൂടെ ഒരു വർഷത്തേക്ക് എത്ര ചിലവാകും എന്നുള്ള ഏകദേശ ധാരണയോടുകൂടെ നടത്തുന്ന കോൺട്രാക്റ്റിനാണ് റണ്ണിങ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ റണ്ണിങ് കോൺട്രാക്റ്റിന് സാങ്ഷൻ നൽകുന്നത് വകുപ്പ് മേധാവികളും പർച്ചേസ് കമ്മിറ്റികളുമാണ് സെറ്റിൽ ചെയ്യുന്നത്. വകുപ്പ് മേധാവികളും പർച്ചേസ് കമ്മിറ്റികളുമാണ് ഈ സംഭവം സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റ്, റണ്ണിങ് കോൺട്രാക്റ്റിനെ കുറിച്ചും റേറ്റ് കോൺട്രാക്റ്റിനെ കുറിച്ചും ആർട്ടിക്കിൾ 141 വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലഘുരൂപമാണ്, ലഘുവായിട്ടൊരു സംക്ഷിപ്തമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ കൂടുതൽ ഇത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ എത്രയും വേഗം അത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവരുടെയും വിജയത്തിൽ നിങ്ങൾ സഹായിക്കണം. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. കഴിയുന്നതും ഇതുപോലുള്ള ചാനലുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം 2 സമയം നിങ്ങൾക്ക് ഇത് നെറ്റ് ചാർജിങ് വേണ്ടി വരും. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും അടുത്ത് കാണേണ്ട സമയത്തും എല്ലാം നെറ്റിൻ്റെ യൂസേജ് കൂടും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ പുതിയ പുതിയ ചാനലുകൾ നിങ്ങൾക്ക് കിട്ടും. പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നു, ബാക്കി കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നൊരു ഇത് വന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ഞാൻ ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എത്രയും വേഗം സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെൽ ബട്ടൺ കാണാൻ സാധിക്കും. ബെൽ ബട്ടണിൽ ടച്ച് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും
ഇതിന് വേണ്ട ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്നിട്ട് പുസ്തകം നോക്കുക. പുസ്തകത്തിൽ ആർട്ടിക്കിൾ നമ്പർ 141 ആണ് എടുക്കേണ്ടത്. ആർട്ടിക്കിൾ നമ്പർ 141 എടുക്കണം. അതിലെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. അതേ സെന്റൻസ് തന്നെ ഉണ്ടായിരുന്നു, പുസ്തകത്തിലുണ്ട്. നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. ഡാഷ് കോൺട്രാക്ട് ഈസ് കോൺട്രാക്ട് ഫോർ ദി സപ്ലൈ ഓഫ് ആൻ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോർസ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഡ്യൂറിങ് എ സെർട്ടൻ പീരീഡ്. ക്വസ്റ്റ്യൻ കൂടെ. ഡാഷ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ഫോർ ദി സപ്ലൈ ഓഫ് ആൻ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോർസ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഡ്യൂറിങ് എ സെർട്ടൻ പീരീഡ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉത്തരം വന്നു കാണും. ഏതാണ് ഉത്തരം? റണ്ണിംഗ് കോൺട്രാക്ട്. എ റണ്ണിംഗ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ഫോർ സപ്ലൈ ഓഫ് ആൻ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോർസ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഡ്യൂറിങ് എ സെർട്ടൻ പീരീഡ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ സെന്റൻസ് നിങ്ങൾ പെൻസിലിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. പല പ്രാവശ്യം മറിച്ച് നോക്കുമ്പോഴെല്ലാം ഈ മാർക്കിംഗ് നിങ്ങളുടെ കാണാൻ സാധിക്കും. നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കും. പരീക്ഷയുടെ തലേ ദിവസം കൃത്യമായിട്ടത് റബ്ബറിട്ട് മായ്ച്ചും കളയണം. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഫ്രഷ് പുസ്തകമായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അടുത്ത ചോദ്യം. റേറ്റ് കോൺട്രാക്ട്സ് വിൽ ബി സെറ്റിൽഡ് ബൈ ഡാഷ്. റേറ്റ് കോൺട്രാക്ട്സ് വിൽ ബി സെറ്റിൽഡ് ബൈ ഡാഷ്. ആൻസർ സ്റ്റോഴ്സ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. റേറ്റ് കോൺട്രാക്ട്സ് വിൽ ബി സെറ്റിൽഡ് ബൈ സ്റ്റോഴ്സ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. റേറ്റ് കോൺട്രാക്ട് സെറ്റിൽ ചെയ്യുന്നതാണ് സ്റ്റോഴ്സ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേറ്റ് കോൺട്രാക്ട്സ് സെറ്റിൽ ചെയ്യുന്നത്. അടുത്ത ചോദ്യം. റണ്ണിംഗ് കോൺട്രാക്ട്സ് ആർ കോൺട്രാക്ട്സ് സെറ്റിൽഡ് ഫോർ ദി സപ്ലൈ ഓഫ് ആർട്ടിക്കിൾസ് അറ്റ് ഇന്റർവെൽസ് ഡാഷ്. റണ്ണിംഗ് കോൺട്രാക്ട്സ് ആർ കോൺട്രാക്ട്സ് സെറ്റിൽഡ് ഫോർ ദി സപ്ലൈ ഓഫ് ആർട്ടിക്കിൾസ് അറ്റ് ഇന്റർവെൽസ്. ആൻസർ ഡ്യൂറിംഗ് എ ഹോൾ ഇയർ ഓർ പാർട്ട് thereof. ഡ്യൂറിംഗ് എ ഹോൾ ഇയർ ഓർ പാർട്ട് thereof. ഇതേ സെന്റൻസ് പുസ്തകത്തിലുണ്ട്. റണ്ണിംഗ് കോൺട്രാക്ട്സ് ആർ കോൺട്രാക്ട്സ് സെറ്റിൽഡ് ഫോർ ദി സപ്ലൈ ഓഫ് ആർട്ടിക്കിൾസ് അറ്റ് ഇന്റർവെൽസ് ഡ്യൂറിംഗ് എ ഹോൾ ഇയർ ഓർ പാർട്ട് thereof. അടുത്ത ചോദ്യം റേറ്റ് കോൺട്രാക്റ്റിനെ കുറിച്ചുള്ളതാണ്. റേറ്റ് കോൺട്രാക്ട്. എ റേറ്റ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ഫോർ ദി സപ്ലൈ ഓഫ് സ്റ്റോർസ് dash. A rate contract is a contract for the supply of stores dash at rates specified during the period covered by the contract and quantities are not usually mentioned therein. A rate contract is a contract for the supply of stores at rates specified during the period covered by the contract and quantities are not usually mentioned therein. അടുത്ത ചോദ്യം. The certain government departments which conclude rate or running contract is dash. The central government departments which conclude rate or running contract is dash. Answer Director General of Supplies and Disposal. Director General of Supplies and Disposal. The central government department which conclude rate or running contract is Director General of Supplies and Disposal. അടുത്ത ചോദ്യം. In the case of articles which cannot be stocked conveniently in departmental stores, the system that can be adopted for the supply is dash. In the case of articles which cannot be stocked conveniently in department stores, the system that can be adopted for the supply is dash. Running contract. റണ്ണിങ് കോൺട്രാക്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഒരു നിശ്ചിത കാലത്തേക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കുന്നു കൃത്യമായിട്ട്. ഇന്ന ആവശ്യങ്ങൾ വരും, ഒരു വർഷത്തേക്ക് ഇത്ര ആവശ്യം വരും. ഏതൊക്കെ സാധനങ്ങളാണ്? ഭക്ഷണ സാധനങ്ങൾ, പിന്നെ എന്തൊക്കെ? വിറക്, കൽക്കരി, ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണയോടുകൂടെ വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും. അതിനാണ് റണ്ണിങ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. കോൺട്രാക്ട് ഫോർ സപ്ലൈ ഓഫ് സ്റ്റോർസ് at a specified rate during a period is rate dash. Contract for supply of stores at a specified rate during a period is dash.
റേറ്റ് കോൺട്രാക്ട്. വെരി ഗുഡ്. കോൺട്രാക്ട് ഫോർ സപ്ലൈ ഓഫ് സ്റ്റോഴ്സ് അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ് ഡ്യൂറിങ് എ പീരീഡ് ഈസ് ഡാഷ്. റേറ്റ് കോൺട്രാക്ട്. അടുത്ത ചോദ്യം. റണ്ണിംഗ് കോൺട്രാക്ട് ഈസ് സെറ്റിൽഡ് ബൈ ഡാഷ്. റണ്ണിംഗ് കോൺട്രാക്ട് ഈസ് സെറ്റിൽഡ് ബൈ ഡാഷ്. റണ്ണിംഗ് കോൺട്രാക്ട് സെറ്റിൽ ചെയ്യുന്ന ആരാണ്? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് കമ്മിറ്റി. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റും പർച്ചേസ് കമ്മിറ്റി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പർച്ചേസ് കമ്മിറ്റിയും കൂടെ ചേർന്നാണ് റണ്ണിംഗ് കോൺട്രാക്ട് സെറ്റിൽ ചെയ്യുന്നത്. അടുത്ത്. റേറ്റ് കോൺട്രാക്ട് ഓഫ് വെഹിക്കിൾസ് ആർ ജനറലി സെറ്റിൽഡ് ബൈ ഡാഷ്. റേറ്റ് കോൺട്രാക്ട് ഓഫ് വെഹിക്കിൾസ് ആർ ജനറലി സെറ്റിൽഡ് ബൈ ഡാഷ്. വെഹിക്കിൾസിന്റെ റേറ്റ് കോൺട്രാക്ട് സെറ്റിൽ ചെയ്യുന്നത് ആരാണ്? പൊതുവായിട്ട് DGS ആൻഡ് D ആണ് ഇത് സെറ്റിൽ ചെയ്യുന്നത്. DGS ആൻഡ് D. അടുത്ത് ആർട്ടിക്കിൾ 142 എഴുതണം. ആർട്ടിക്കിൾ 142 അതിന് നെഗോഷ്യബിൾ കോൺട്രാക്ട്സിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 142 പറയുന്നത്. നെഗോഷ്യബിൾ കോൺട്രാക്ട് അത്ര പ്രധാനപ്പെട്ട അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. ആർട്ടിക്കിൾ 142 നെഗോഷിയേറ്റഡ് കോൺട്രാക്ട്സ്, വിലപേശൽ മുഖേനയുള്ള കരാറുകൾ, നെഗോഷിയേറ്റഡ് കോൺട്രാക്ട്സ്. അതിലൊരു ലൈനുണ്ട്, ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക, ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ദി സിസ്റ്റം ഓഫ് കോൺട്രാക്ട് അപ്ലൈ ടു പാറ്റന്റ്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് ടു വിച്ച് ടെൻഡർ സിസ്റ്റം കനോട്ട് ബി അപ്ലൈഡ് ഈസ് ഡാഷ്. ക്വസ്റ്റ്യൻ കൂടെ. ദി സിസ്റ്റം ഓഫ് കോൺട്രാക്ട് അപ്ലൈ ടു പാറ്റന്റ്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് ടു വിച്ച് tender system cannot be applied is dash. Negotiated contracts. Negotiated contracts. അടുത്ത ആർട്ടിക്കിള് 145. 145 പുസ്തകത്തിൽ ആർട്ടിക്കിൾ 145 എടുക്കണം. ആർട്ടിക്കിൾ 145 അത്ര പ്രധാനപ്പെട്ട അല്ല അതും. അതില് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താലുള്ള ക്ലെയിമുകളെ കുറിച്ചാണ് പറയുന്നത്. ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരുമ്പോൾ സാധനങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ, കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്താൽ എങ്ങനെ അത് ക്ലെയിം ചെയ്യാം എന്നുള്ളത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 145. അതിലൊരു പരീക്ഷയ്ക്ക് ഇത്രയും വർഷത്തിനിടയിൽ ആകെ ഒരു ചോദ്യം വന്നിട്ടുള്ളൂ. ആ ചോദ്യം ഇതായിരുന്നു: ക്ലെയിംസ് ഇൻ റെസ്പെക്ട് ഓഫ് ഇമ്പോർട്ടഡ് സ്റ്റോഴ്സ് lost or damaged is as per article dash of Kerala Financial Code volume 1st. Claims in respect of imported stores lost or damages is as per dash article of Kerala Financial Code KFC volume 1st. 145 കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1st 145 ആർട്ടിക്കിളിലാണ് പറയുന്നത് എന്തെങ്കിലും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കേടുപാടുകൾ സംഭവിച്ചാൽ അത് എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നുള്ള കാര്യം പറയുന്നത് ആർട്ടിക്കിൾ നമ്പർ 145. അടുത്ത ആർട്ടിക്കിൾ നമ്പർ 147. 147 റെസിപ്റ്റ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. റെസിപ്റ്റ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ നമ്പർ 147 പറയുന്നത്. സ്റ്റോറുകളുടെ വെരിഫിക്കേഷനെ കുറിച്ചും അത് സ്റ്റോറുകൾ സാധനങ്ങൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് 147. അതിലും ഒരു ചോദ്യം വന്നിട്ടുള്ളത്, പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയാൻ ഇതൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് മാർക്ക് ചെയ്തിരുന്നാൽ മതി. അപ് ടു വാട്ട് പീരിയഡ് ദി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ക്യാൻ അക്സെപ്റ്റ് ലേറ്റ് സപ്ലൈസ് ഓഫ് സ്റ്റോഴ്സ് ഓർഡേർഡ് ആഫ്റ്റർ ദി പ്രിസ്ക്രൈബ്ഡ് പീരിയഡ് ഓഫ് ഡെലിവറി. ക്വസ്റ്റ്യൻ ഒരിക്കലും പറയാം. അപ് ടു വാട്ട് പീരിയഡ് ദി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ക്യാൻ അക്സെപ്റ്റ് late supplies of stores ordered after the prescribed period of delivery. Up to 2 months. 2 മാസമൊക്കെ ആകുമ്പോൾ വെച്ച് ഡെലിവറി റിപ്പോർട്ട് കൊടുക്കണം. Question: up to what period the head of department can accept late supplies of stores ordered after the prescribed period of delivery? Up to 2 months. പ്രിസ്ക്രൈബ്ഡ് പീരീഡിന് വെളിയിലാണ് അല്ലെങ്കിൽ 2 മാസത്തേക്കാകും വന്നാൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം ഉള്ളൂ. സ്റ്റോറുകളുടെ പേയ്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 148. സ്റ്റോറുകളുടെ പേയ്മെന്റിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ നമ്പർ 148 പറയുന്നത്. പേയ്മെന്റുകളെ കുറിച്ചുള്ള ഫോറിൻ പർച്ചേസ് പേയ്മെന്റ് അതെല്ലാം ഇതിൽ വരുന്നതാണ്. അതിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ ചോദ്യങ്ങൾ. ഹു അറേഞ്ചസ് ദി പേയ്മെന്റ് ഓഫ് സ്റ്റോഴ്സ് പർച്ചേസ്ഡ് ഫ്രം ഫേംസ് എബ്രോഡ്? Who arranges
the payment for stores purchased from firms abroad? Answer: Accountant General. Who arranged the payments for stores purchased from firms abroad? ആരാണ് എബ്രോഡിൽ നിന്നുള്ള പർച്ചേസിൻ്റെ പേയ്മെൻറ്റ് അറേഞ്ച് ചെയ്യുന്നത്? അക്കൗണ്ടന്റ് ജനറൽ. അടുത്ത ചോദ്യം. Rules stipulates that no case should the payment for the stores delivered and taken to stock be delayed for more than days from the date of receipt of stores. ചോദ്യം ഒരിക്കലും വായിക്കാം. Rules stipulate that in no case should the payments for the stores delivered and taken to stock be delayed for more than days from the date of receipt of stores. 30 days. ആ ലൈൻ മാർക്ക് ചെയ്തോളണം, പ്രധാനപ്പെട്ടതാണ്. Rules stipulated that in no case should the payment for the stores delivered and taken to stock be delayed for more than 30 days from the date of receipt of stores. അടുത്ത ചോദ്യം. In special cases, advance for stores purchase may be given in form as per dash Kerala Financial Code Volume 1. In special case, advance for stores purchase may be given in terms as per Article 148(2) Kerala Financial Code Volume 1. 148 within bracket 2. 148 2 നോക്കണം പുസ്തകത്തിൽ. ആർട്ടിക്കിൾ 148 റോമൻ ലെറ്റർ 2 എന്ന പാരഗ്രാഫ് നോക്കുക. അവിടെ ഈ സെന്റൻസ് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആർട്ടിക്കിൾ നമ്പർ 149 സ്റ്റോക്ക് അക്കൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ നമ്പർ 149 പറയുന്ന സ്റ്റോക്ക് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇറ്റ് ഈസ് ലേഡ് ഡൗൺ ഇൻ ദ റൂൾസ് ദാറ്റ് ഈച്ച് ഐറ്റം ഓഫ് റെസിപ്റ്റ് and issue of stores should be recorded dash in the registers. It is laid down in the rules that each items of receipt and issue of stores should be recorded dash in the registers concurrently as it occurs. Concurrently as it occurs. അടുത്ത ആർട്ടിക്കിൾ 153 ആർട്ടിക്കിൾ നമ്പർ 153 ഇൻസ്പെക്ഷൻ ഓഫ് സ്റ്റോഴ്സ് ആണ്. സ്റ്റോറുകൾ ഇൻസ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് 153 പറയുന്നത്. ആർട്ടിക്കിൾ നമ്പർ 153 പറയുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് സ്റ്റോഴ്സ് ആണ്. അതായത് 6 മാസത്തിലൊരിക്കൽ സ്റ്റോറുകൾ വിസിറ്റ് ചെയ്തിരിക്കണം, ഇൻസ്പെക്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അല്ല, ചോദ്യം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്: വാട്ട് ഈസ് ദി പീരിയോഡിസിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ ഓഫ് പെരിഷബിൾ സ്റ്റോഴ്സ്? പെരിഷബിൾ സ്റ്റോഴ്സിന്റെ ഇൻസ്പെക്ഷൻ പീരിയോഡിസിറ്റി എത്രയാണ്? വാട്ട് ഈസ് ദി പീരിയോഡിസിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ ഓഫ് പെരിഷബിൾ സ്റ്റോഴ്സ്? ആൻസർ: once in each half year. Once in each half year. അടുത്ത ചോദ്യം: how often should perishable stores be inspected by a responsible officer? ഒരിടത്ത് പെരിഷബിൾ സ്റ്റോഴ്സ് വന്നിടത്ത് ഇവിടെ റെസ്പോൺസിബിൾ ഓഫീസർ ഈ പെരിഷബിൾ സ്റ്റോഴ്സ് എത്ര വർഷത്തിൽ എത്ര പ്രാവശ്യം ഇൻസ്പെക്ട് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിൻ്റെ ആൻസർ ഒന്ന് തന്നെയാണ്: വൺസ് ഇൻ ഈച്ച് ഹാഫ് ഇയർ. രണ്ട് വ്യത്യസ്തങ്ങളായ രീതിയിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ കാണാതെ പഠിക്കരുത്, പുസ്തകത്തിൽ മാർക്ക് ചെയ്തിരുന്നാൽ മതി. അതിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് പരീക്ഷയുടെ തലേദിവസം പുസ്തകം വൃത്തിയാക്കുക എന്നോട് പറയുന്നതിന് കാരണം. അല്ലാതെ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാൻ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾ കൂടുതൽ ആൻസർ ചെയ്യരുത്. 45-നും 50 മാർക്കിനിടയിൽ മാത്രം ആൻസർ ചെയ്യാൻ വളരെയധികം പരിശ്രമിക്കേണ്ടതാണ്. അടുത്ത് ആർട്ടിക്കിൾ നമ്പർ 157 എടുക്കണം. 157 ആർട്ടിക്കിൾ നമ്പർ 157. അതിലൊരു പ്രധാന ചോദ്യം ഇതാണ്: ദി KFC form in which the report of the surplus stores for disposal should be prepared in dash. The KFC form in which the report of the surplus stores for disposal should be prepared in dash. Form 22.
സർപ്ലസ് സ്റ്റോഴ്സിൻ്റെ റിപ്പോർട്ട് KFCയിൽ ഏത് ഫോം അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫോം നമ്പർ 22 അനുസരിച്ചാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്ത സ്റ്റോറുകളുടെ വെരിഫിക്കേഷനെ കുറിച്ച് കുറച്ചുകൂടെ പറയുന്ന ആർട്ടിക്കിളാണ് 158, ആർട്ടിക്കിൾ നമ്പർ 158. ഈ ആർട്ടിക്കിളുകൾ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ പറയാതെ പറയുന്ന പ്രത്യേക ആർട്ടിക്കിളുടെ കാര്യം, അതായത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഇത് ഉദ്ദേശിക്കുന്നത്, ഫിനാൻഷ്യൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളുടെ ചാർജുള്ളവർക്ക് കൂടെ പ്രയോജനം വരത്തക്ക രീതിയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അടുത്ത് സ്റ്റോറുകളുടെ സ്റ്റോക്ക് അക്കൗണ്ടുകളുടെ ഓഡിറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നമ്പർ 162, ഓഡിറ്റ് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്ക് അക്കൗണ്ട്സ്. ആർട്ടിക്കിൾ നമ്പർ 162 അത് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, 162 അത് ആവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. The audit of stores and stock accounts will be conducted by dash. The audit of stores and stock accounts will be conducted by dash. The Comptroller and Auditor General. The audit of stores and stock accounts will be conducted by the Comptroller and Auditor General. അപ്പോൾ പലരും പറയുന്നുണ്ട്, സാറേ വായിച്ച് മടുത്തു പോകുന്നു എന്ന് പറയുന്നു, ചിലർ പറയുന്നു തലയിൽ കയറുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിന് ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ വായിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്തിരുന്നായിരിക്കണം. വായിക്കുന്ന മുറിയിലേക്ക് നല്ല വായു പ്രവേശനം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ തെക്ക് വടക്ക് ദിശയിൽ ഇരുന്ന് വായിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. തെക്ക് വടക്ക് ദിശയിൽ ഇരുന്ന് വായിക്കുന്നത്. നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ തലയുടെ പുറകുവശത്ത് നിന്ന് പ്രകാശം വരുന്നത് നല്ലതാണ്. നമ്മുടെ കണ്ണിന് നേർക്കല്ല പ്രകാശം വരേണ്ടത്, തലയുടെ പുറകുവശത്ത് നിന്ന് പ്രകാശം വരുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. അത് ഞാൻ പലയിടത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പലരും അത് പരീക്ഷിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിരുന്ന് വായിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നടുനിവർത്തിയിരുന്ന് വായിക്കുക, തെക്ക് വടക്ക് ദിശയിൽ നിന്ന് വായിക്കുക. ആ മുറിക്കകത്ത് നല്ല ശുദ്ധവായുവിൻ്റെ പ്രവേശനം ഉണ്ടായിരിക്കണം, പ്രകാശപൂരിതമായിരിക്കണം ആ മുറി. ഇരുട്ട് മുറിക്കകത്തിരുന്ന് വായിക്കരുത്, പ്രകാശം വരേണ്ടത് എപ്പോഴും തലയുടെ പുറകുവശത്ത് നിന്നായിരിക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടും ഈ ഫിനാൻഷ്യൽ കോഡ് പരീക്ഷ വളരെ വിജയത്തോടു കൂടെ തന്നെ നല്ല മാർക്കോടുകൂടെ നിങ്ങൾക്ക് എഴുതി ജയിക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു ചാൻസിന് നിങ്ങൾക്ക് പോവേണ്ട. അങ്ങനെ താല്പര്യമുള്ളവർ ഈ എപ്പിസോഡിൻ്റെ, ഈ കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ എല്ലാ എപ്പിസോഡുകളും തുടർച്ചയായിട്ട് നിങ്ങൾ കാണുക. എൻ്റെ പേര് അലക്സ് ബോസ്കോ. പിന്നെ ഞാൻ കേരള സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട്. ഇൻട്രാക്ഷൻ ക്ലാസ്സുകളാണ്. ഞാൻ 1999 മുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകൾ എടുത്തു വരികയാണ്. ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു.